സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഗാസയിലെ പ്രദേശത്ത് തുരങ്കങ്ങളിൽ ഏകദേശം 200ഓളം ഹമാസിൻ്റെ ഭീകരപ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്നവരെ സംബന്ധിച്ച് ഹീറ്റഡായിട്ടുള്ള ഡിസ്കഷൻസ് വന്നിരുന്നു, അവർ എന്ത് ചെയ്യണം. പക്ഷെ പിന്നീട് ആ ഡിസ്കഷൻ തണുത്തു പോയെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഈ തുരങ്കത്തിനകത്ത് കിടക്കുന്നവർക്ക് ഭക്ഷണമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ, വെള്ളമുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും ശരി, വെള്ളിയാഴ്ച പുലർച്ചെ 5 പേര് ഒരു തുരങ്കത്തിൽ നിന്ന് പുറത്തു വന്നു. ആ 5 പേരെയും ഇസ്രായേൽ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഈ 200 പേരെ ജീവനോടെ പോകാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ മുൻപിൽ ഖത്തറും ഈജിപ്തും അതുപോലെ ഹമാസും ഒക്കെ വെച്ചിരുന്ന ഡിമാൻഡ്. ആ ഡിമാൻഡ് ഇയാൾ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി ഈ പുറത്ത് വന്ന 5 പേരെ വെള്ളിയാഴ്ച കാലത്ത് ഇസ്രായേലിൻ്റെ പട്ടാളം IDF വെടിവെച്ചു കൊന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ തുരങ്കത്തിൽ നിന്ന് പുറത്തു വരികയും ഈ യെല്ലോ ലൈനിനെ അപ്രോച്ച് ചെയ്യുക. യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പ്രൊട്ടക്ട് ചെയ്ത ലൈനാണ്. അപ്പം അത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് യെല്ലോ ലൈനിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഈ ലൈനിനെ ആര് അപ്രോച്ച് ചെയ്താലും, അത് ഏത് ഭാഗത്ത് അപ്രോച്ച് ചെയ്താലും ദാറ്റ് ഈസ് ആൻ ഒഫൻസ്. ആ സമയത്ത് അവർ വെടിവെക്കും. അപ്പോൾ ഇവർ ആക്രമിക്കുകയൊന്നും ചെയ്തതായിട്ട് IDF അവകാശപ്പെടുന്നില്ല. എന്തായാലും ശരി, യെല്ലോ ലൈനിനെ അൺഓതറൈസ്ഡ് ആയിട്ട് ആളുകളെ അപ്രോച്ച് ചെയ്ത സമയത്ത് വെടിവെച്ചു എന്നാണ് IDFന്റെ എക്സ്പ്ലനേഷൻ. ആ 5 ബോഡികൾ എന്ത് ചെയ്തു എന്നതിനെ സംബന്ധിച്ചൊന്നും ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടില്ല. എന്തായാലും ശരി, 5 പേരെ കൊന്നതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയും എത്ര പേര് കൃത്യമായിട്ട് തുരങ്കങ്ങളിൽപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇല്ല. ഹമാസ് ആദ്യം പറഞ്ഞത് അവരുടെ ഒരു ഭാഷ്യം 100-നടുത്ത് എന്നുള്ളതാണ് ഹമാസിന്റെ ഭാഷ്യം. പക്ഷേ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ഭാഷ്യം അത് 200-നടുത്ത് ആളുകൾ ഉണ്ട് എന്നാണ്. തീർച്ചയായിട്ടും ഹമാസ് ആ നമ്പർ ഏറ്റവും താഴ്ത്തി പിടിക്കാനേ ശ്രമിക്കുള്ളൂ. കാരണം അവർക്കൊരു ക്ഷമ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അവരെ രക്ഷപ്പെടാൻ അനുവദിക്കും എന്നുള്ള ഒരു കൺസെന്റ് ഇവർക്ക് വാങ്ങിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഏറ്റവും നമ്പർ കുറഞ്ഞാൽ കൺസെന്റ് കിട്ടാൻ എളുപ്പമാണ്. അപ്പൊ കൺസെന്റ് കിട്ടിക്കഴിയുമ്പോൾ 500 പേരുണ്ടെന്ന് പറഞ്ഞാലും 10 പേർക്ക് കൊടുത്ത കൺസെന്റ് 500 പേർക്കായിട്ട് കൊടുക്കില്ല എന്ന് പറയാനാവില്ല. നമ്പർ വെച്ചുകൊണ്ടല്ലോ പറയുന്നത്. അപ്പൊ ആ കൺസെന്റിനെ എടുക്കാൻ അവർ ആ നമ്പർ മിനിമത്തിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ശരി, ഇന്റർനാഷണൽ അസസ്മെന്റ് അനുസരിച്ച് എന്തായാലും നിയർലി 200 ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അതിൽ 5 പേരാണ് പുറത്തു വന്നത്. അവരാണിപ്പോൾ വെടിവെച്ച് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിനിടയിൽ ഈസ്റ്റ് ജെറുസലേമിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഈസ്റ്റ് ജെറുസലേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ജെറുസലേമിന്റെ കിഴക്കൻ ഭാഗം, അത് 1948 യുദ്ധത്തിൽ അത് ജോർദാൻ പിടിച്ചെടുത്ത് കയ്യിൽ വെച്ചിരുന്ന സ്ഥലമാണ്. പിന്നീട് 67 യുദ്ധത്തിൽ ഇസ്രായേൽ ജോർദാന്റെ കയ്യിലുള്ള മുഴുവൻ പ്രദേശങ്ങളും തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ ഈസ്റ്റ് ജെറുസലേം ഒഴികെയുള്ള ഭാഗം, വെസ്റ്റ് ബാങ്ക് എന്ന ഇപ്പോൾ വിളിക്കപ്പെടുന്ന ഭാഗം പാലസ്തീനികൾക്ക് വസിക്കാനായിട്ട് വിട്ടുകൊടുത്തു. ഈസ്റ്റ് ജെറുസലേം ഇസ്രായേലിന്റെ ഭാഗമായി നിലനിർത്തുകയും 1980ഓടെ അത് ജെറുസലേമിന്റെ ഇന്റഗ്രൽ പാർട്ടായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സോ ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്നത് ഇപ്പം ഈ ഇസ്രായേലിന്റെ ഭാഗമാണ്, അത് ഇസ്രായേൽ രാജ്യത്തിന്റെ ഭാഗമാണ്. അതിനകത്ത് പാലസ്തീനുകൾക്ക് അവകാശമില്ല. ഇത് പാലസ്തീൻ അംഗീകരിക്കാത്ത സംഗതിയാണ് കേട്ടോ. അപ്പോൾ അവരെ സംബന്ധിച്ച് പാലസ്തീൻ രാജ്യം രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ തലസ്ഥാനമായി അവർ കണ്ടുവച്ചിട്ടുള്ള സാധനമാണ് ഈസ്റ്റ് ജെറുസലേം എന്ന്. എൻ്റെ ജെറുസലേം അവരുടെ അവർ പറയുന്നത്. ഇനി ഏറ്റവും ചുരുക്കി ഈസ്റ്റ് ജെറുസലേം എങ്കിലും അത് ഞങ്ങളുടേതാണ്, അത് ഞങ്ങളുടെ തലസ്ഥാനമാണ് എന്നാണ് പാലസ്തീനിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ താമസിക്കുന്ന പാലസ്തീനികൾ ഒഴിഞ്ഞു പോയിട്ടില്ല. ചെറിയ നമ്പർ പാലസ്തീനികളല്ല അവിടെ ഉള്ളത്. 3.5 ലക്ഷത്തോളം 3.25 ലക്ഷത്തോളം പാലസ്തീനികൾ ഈ ഈസ്റ്റ് ജെറുസലേമിൽ അധിവസിക്കുന്നുണ്ട്. മൊത്തം ജെറുസലേമിന്റെ ജനസംഖ്യയുടെ 38% വരും ഇത്. അപ്പം ഈ ജനസംഖ്യയിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇസ്രായേൽ സിറ്റിസൺഷിപ്പ് ഇല്ല. അത് ഇസ്രായേലിന്റെ ഭാഗമാണെങ്കിൽ കൂടി അവിടെ ഇസ്രായേൽ സിറ്റിസൺഷിപ്പ് ഇല്ല. പക്ഷെ അവർക്ക് റെസിഡൻസ് പെർമിറ്റ് ഉണ്ട്. അവിടെ ജീവിക്കാൻ വേണ്ടി ഓരോ ഫാമിലിക്കും ഇസ്രായേൽ ഇഷ്യൂ ചെയ്ത റെസിഡൻസ് പെർമിറ്റ് ഉണ്ട്. ആ പെർമിറ്റ് അനുസരിച്ച് ഓരോ വീട്ടിൽ എത്ര പേരുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്. ഈ റെസിഡൻസ് പെർമിറ്റ് ഏത് നിമിഷവും ഇസ്രായേൽ റിവോക്ക് ചെയ്യാമെന്നും ഇസ്രായേലിൽ തന്നെ നിയമമുണ്ട്. ഇതൊക്കെ ഇസ്രായേൽക്കാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. അങ്ങനെ റിവോക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഈ 1967-നും 2025-നും ഇടയ്ക്ക് ഏകദേശം 50,000-ഓളം പാലസ്തീനികൾക്ക് ഈ ഈസ്റ്റ് ജെറുസലേമിൽ നിന്ന് പുറത്തു പോവേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ആന്റി നാഷണൽ ആക്ടിവിറ്റീസിൽ, ആന്റി ഇസ്രായേൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ചെവിക്ക് പിടിച്ച് പൂച്ച എറിയുന്നത് പോലെ ജെറുസലേമിന്റെ ബൗണ്ടറിക്ക് പുറത്തേക്ക് അവർ എറിഞ്ഞാൽ പിന്നെ അതിനകത്ത് കിടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ആളുകളാണ് ഈ നമ്പർ. അപ്പൊ അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പൊ അതിന് ഞാനിപ്പോൾ ഈ വാർത്ത ഇത് പറയാൻ കാരണം, ഇന്ന് ഇസ്രായേൽ ഗവൺമെന്റ് അവിടെ 2 ചെറുപ്പക്കാര് ഇസ്രായേൽക്കാരെ ആക്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ചെറുപ്പക്കാരെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 40 ബിൽഡിങ്ങുകൾ ഡിമോളിഷ് ചെയ്യാൻ ഇസ്രായേൽ ഗവൺമെന്റ് ഓർഡർ ഇട്ടിരിക്കുകയാണ്. നമ്മളുടെ യോഗി ആദിത്യനാഥ് ഒക്കെ ചെയ്യുന്നത് പോലെ വീട് പൊളിക്കുന്ന പരിപാടി.
അപ്പോൾ ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് അവർ വിചാരിക്കുന്ന 40 സ്ട്രക്ചേഴ്സ് ഡിമോളിഷ് ചെയ്യാൻ ഇസ്രായേൽ ഗവൺമെന്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. വിത്തിൻ 3 days ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയൊരു അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു അപ്രോർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ മീഡിയയിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലൂടെ IDF, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലഫ്റ്റനന്റ് ഹദാർ ഗോൾഡിൻ 2014 ഉള്ളൊരു കോൺഫ്ലിക്റ്റിൽ കൊല്ലപ്പെടുകയും അന്ന് മുതൽ ഹമാസ് അവരുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി സൂക്ഷിക്കുകയും ചെയ്തത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മടക്കി കൊടുത്ത കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഹഡാർ ഗോൾഡിനെ സൂക്ഷിച്ചിരുന്ന തുരങ്കത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ IDF പുറത്തുവിടുന്നുണ്ട്. IDF ആ തുരങ്കം മുഴുവനായിട്ടും അവർ പരിശോധിച്ചു. അപ്പൊ അത് ഈ റാഫ എന്ന് പറയുന്ന സിറ്റിയുടെ അടി, നേരെ സിറ്റിയുടെ അടിയിൽ തന്നെയാണ് ഈ തുരങ്കം. സിറ്റിയുടെ അടിയിലൂടെയാണ് പോകുന്നത്. 7 കിലോമീറ്റർ ആണ് ഈ തുരങ്കത്തിന്റെ ലെങ്ത്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദിസ് സ്ട്രക്ചർ ഈസ് 7 kilometers. അത് ഏകദേശം 25 മീറ്റർ ഡെപ്തിലാണ്, 25 മീറ്റർ താഴെയാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 നില കെട്ടിടത്തിന്റെ അത്രയും താഴോട്ട് പോകണം. അത്രയും താഴെയാണ് ഈ തുരങ്കം ഉള്ളത്. അതിന്റെ ആവറേജ് വീതിയായിട്ട് പറഞ്ഞാൽ 15 മീറ്റർ ആണ്. നമ്മുടെ ഒരു നാഷണൽ ഹൈവേനെ കഴിഞ്ഞും വീതിയിലാണ് ഈ സംഗതി കടന്നു പോകുന്നത്. കൂടാതെ അതിനകത്ത് 80 മുറികൾ, വലിയ ഫെസിലിറ്റി ഉള്ള നല്ല വലിപ്പമുള്ള 80 മുറികൾ ഈ തുരങ്കത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട്. അതിനകത്ത് മുഴുവൻ മീറ്റിങ്ങുകളൊക്കെ നടത്താനും നമ്മുടെ ദറ്റ് ഈസ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഈ തുരങ്കം ഉപയോഗിച്ചതായിട്ട് ഇസ്രായേലിലെ തെളിവുകളുണ്ട്. അപ്പൊ ഈ തുരങ്കത്തിൽ 80 റൂംസ്, ഇപ്പൊ ഡെപ്ത് 25 മീറ്റർ, 7 kilometer ലെങ്ത്, 80 ഫുൾ ഫെസിലിറ്റേറ്റഡ് റൂംസ് ആൻഡ് കൂടാതെ ഇതിന്റെ ഹൈറ്റ്, ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. നമ്മൾ സാധാരണ ഒരു മുറിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. ഇത് 5 മീറ്റർ ഹൈറ്റ് ഉള്ള തുരങ്കമാണ്. അപ്പൊ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു തുരങ്കത്തിലാണ് ഈ ഹമാസിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം നടന്നിരുന്ന ഒരു പ്രധാന തുരങ്കമാണിത്. റാഫ സിറ്റിയുടെ അടിയിലാണ്. അതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം, ഈ തുരങ്കത്തിന്റെ ഓപ്പണിംഗ് വരുന്നത് ഒരു UN ഫെസിലിറ്റി, അവിടെ ഉള്ള ഉർവ എന്ന് പറയുന്ന ആ UN ഫെസിലിറ്റിയിലെ ഒരു സ്ട്രക്ചറിന്റെ അകത്തേക്കാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ UN ഫെസിലിറ്റി പൂർണ്ണമായിട്ടും ഹമാസിന്റെ പിടിയിലായിരുന്നു എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണിത്. കാരണം അവരുടെ ഒരു ഓപ്പറേറ്റിംഗ് ബിൽഡിങ്ങിനകത്തേക്കാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. അതിനകത്തൂടെയാണ് ഇവർ അകത്തോട്ട് പോകുന്നതും പുറത്തേക്ക് വരുന്നത്. ലിഫ്റ്റൊക്കെ ഉണ്ട്, ഈ സൗകര്യങ്ങളൊക്കെ പൊന്തി വരുന്ന ഈ ബിൽഡിങ്ങിലേക്കാണ്. കൂടാതെ അതിനകത്തൊരു മോസ്കും ഒരു സ്കൂളും ഒരു ഹോസ്പിറ്റലും ഉണ്ട് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ ഈ മോസ്കും ഹോസ്പിറ്റലും സ്കൂളും ഒക്കെ ഈ ഹമാസ് ഭീകരർ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പൊ അതെല്ലാം തല്ലി പൊളിച്ച് ഇസ്രായേൽ കളഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എല്ലാം പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിനിടയിലൂടെ ഈ സൗദി രാജാവിന്റെ അമേരിക്കൻ വിസിറ്റ് ഇപ്പോഴും പത്രങ്ങളിൽ ഒരു ഹോട്ട് ഡിസ്കഷനാണ്. സൽമാൻ രാജാവ് അമേരിക്കയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടതെല്ലാം നേടിയെടുത്തു എന്ന നിലയിലാണ് CNN ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഇതിനു മുൻപിലത്തെ ഭരണകൂടത്തിന്റെ അമേരിക്കൻ ബൈഡന്റെ കാലത്ത് റിലേഷൻ കുറച്ച് തണുത്ത നിലയിലായിരുന്നു. അതിന്റെ കാരണം ജമാൽ ഖഷോഗി എന്ന് പറയുന്ന ഒരു വാഷിംഗ്ടൺ പോസ്റ്റിന്റെ സൗദി അറേബ്യയിലെ കറസ്പോണ്ടന്റ്, ജമാൽ ഖഷോഗി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സൽമാൻ രാജാവിനെതിരെ നിരന്തരമായിട്ട് റിപ്പോർട്ടുകൾ എഴുതുന്ന ഒരാളായിരുന്നു. അയാള് സൗദി അറേബ്യ കറസ്പോണ്ടന്റ് ആണ്. പക്ഷെ അയാളെ സൗദി കോൺസുലേറ്റ് ഇസ്റ്റംബൂളിലുള്ള ടർക്കിയിലെ ഇസ്റ്റംബൂളിലുള്ള സൗദി കോൺസുലേറ്റിൽ വെച്ച് 2018 ഇദ്ദേഹത്തെ വധിക്കുകയും അദ്ദേഹത്തിന്റെ ശവശരീരം വീണ്ടെടുക്കാനാവാത്ത വിധം നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത. അതിനകത്ത് സൽമാൻ രാജാവിന് നേരിട്ട് പങ്കുണ്ട് എന്ന അടിസ്ഥാനത്തിൽ അമേരിക്കയും ഈ സൗദിയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും അങ്ങനെ പിന്നീട് സൗദിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് ആരും അമേരിക്ക വിസിറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്ത ഒരു ദീർഘകാലത്തെ ഒരു തണുത്ത ബന്ധമുണ്ടായിരുന്നു. ആ തണുത്ത ബന്ധമാണ് വാസ്തവത്തിൽ ചൈനയ്ക്ക് അവിടേക്ക് ആക്സസ് കൊടുത്തത്. അപ്പം സൗദിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഇറാനെ തന്നെയാണ്. കൂടാതെ ഈ അടുത്ത കാലത്ത് അവരുടെ ഭയം ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ ഇറാനുമായിട്ടുള്ള ഭയത്തിന്റെ പേരിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം തണുത്തുപോയ സമയത്ത് സൗദി അറേബ്യ ചൈനയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചൈനയുമായിട്ട് പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് എക്സ്ചേഞ്ചസ് വരികയും ചൈനയ്ക്ക് ഇവിടെ ഹോൾഡ് കൂടുകയും ചെയ്തു. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഖത്തറിലെ ഇസ്രായേൽ ആക്രമിച്ചു കഴിയും വളരെ പെട്ടെന്ന് അവര് പാകിസ്ഥാനുമായിട്ട് ഒരു ഡിഫൻസ് പാക്ട് ഉണ്ടാക്കി. അപ്പൊ പാകിസ്ഥാന് കയ്യിൽ ആറ്റം ബോംബുണ്ട്, ന്യൂക്ലിയർ ബോംബുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ തങ്ങൾക്ക് ലഭിക്കുമെന്ന മട്ടില് ഒരു പാക്ടാണ് അവര് അവിടെ ഉണ്ടാക്കിയത്. ഇതാണ് വാസ്തവത്തിൽ അമേരിക്കയെ ഉണർത്തിയ ഒരു സംഗതി. കാരണം സൗദി കയ്യിൽ നിന്ന് വഴുതി പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പൊ സൽമാൻ രാജാവിനും വളരെ വാമായിട്ടൊരു വെൽക്കം ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നതും അദ്ദേഹത്തെ അവിടേക്ക് വിളിക്കുന്നതും. അപ്പൊ അവിടെ വെച്ച് അദ്ദേഹത്തോട് ഈ പറയുന്ന ജമാൽ ഖഷോഗിയെ കൊന്നതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കേണ്ട, അതായത് ABCയുടെ റിപ്പോർട്ടറാണ് ചോദിച്ചത്. ആ ചോദ്യം ചോദിച്ച സമയത്ത് തന്നെ ട്രംപ് ആ റിപ്പോർട്ടറെ അവിടെ വെച്ച് സ്കോൾഡ് ചെയ്തു.
വേണ്ടാത്ത ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്, നിങ്ങളുടെ ന്യൂസ് പേപ്പറിന് ലൈസൻസ് ചെയ്യാൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷ, അമേരിക്കയിൽ അങ്ങനെയൊന്നും പ്രസിഡന്റ് വിചാരിച്ചാലും അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ലൈസൻസ് ഒന്നും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ലേഡി റിപ്പോർട്ടറാണ് അവരെ സ്കോൾഡ് ചെയ്യുകയും അങ്ങനെ സൽമാൻ രാജാവിനെ ഇതിനകത്ത് പങ്കൊന്നുമില്ല, അദ്ദേഹമൊന്നുമല്ല അദ്ദേഹത്തെ കൊന്നത്, അതൊക്കെ ഞങ്ങൾ പിന്നെ CIA കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൽമാൻ രാജാവിന് ഒരു ക്ലീൻ ചിറ്റ് അക്കാര്യത്തിൽ നൽകി. എന്ന് പറഞ്ഞാൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഈ ജമാൽ ഖഷോഗിയുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും നീങ്ങി. കാരണം ട്രംപ് പബ്ലിക്കായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞതോടെ അദ്ദേഹം ആ കേസിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനാവുകയാണ്. അപ്പൊ ആ കൂട്ടത്തിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വിമാനത്തിന്റെ വിഷയവും അതുകൂടാതെ ധാരാളം IT ഇൻഡസ്ട്രികൾ സൗദി അറേബ്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചും അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ടുള്ള ഒരുപാട് എക്സ്ചേഞ്ചുകൾ എല്ലാം പിന്നെ സൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ധാരാളം സൗദി ഇൻവെസ്റ്റ്മെന്റ് US വന്നിട്ടുണ്ട്. അപ്പൊ സൽമാൻ രാജാവിന് വേണ്ടതെല്ലാം കിട്ടി എന്നുള്ള മട്ടിലാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ അതിൽ വേറൊരു രസകരമായ കാര്യം, ഈ പറയുന്ന റിപ്പോർട്ടർക്ക് സൗദി അറേബ്യ വെച്ച് ചോദ്യം ചോദിക്കാൻ പറ്റില്ല കേട്ടോ. സൗദി അറേബ്യയിൽ ദർ ഇസ് നോ ഫ്രീഡം ഓഫ് പ്രസ്, അവിടെ പ്രസിന് ഫ്രീഡം ഇല്ല. ഇപ്പൊ സൗദി അറേബ്യയിലാണ് ഈ റിപ്പോർട്ടർ ചോദിച്ചതെന്ന് മിക്കവാറും അതിന്റെ നാക്ക് മുറിച്ച് കളയും. കാരണം അങ്ങനെയാണല്ലോ ഈ ഇസ്ലാമിക് ലോ എന്ന് പറയുന്നത്, അങ്ങനെയാണ്. ചോദ്യം ചോദിക്കാൻ നാക്ക് ഉപയോഗിച്ചിട്ട് നാക്ക് കട്ട് ചെയ്യണം എന്നുള്ളതാണ് നിയമം. സൗദി അറേബ്യയിലെ പത്രങ്ങൾക്കൊന്നും അവർക്ക് സൗകര്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കാനോ അവർക്ക് ഇഷ്ടമുള്ള വാർത്ത പ്രസിദ്ധീകരിക്കാനോ പറ്റിയല്ല. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ടൊരു വാർത്ത, സൗദിയെ സംബന്ധിച്ച വാർത്ത അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിലാണ് ഈ പറയുന്ന ജമാൽ ഖഷോഗിനെ പോയിട്ട് ഇവര് ഇസ്റ്റംബൂളില് സൗദി കോൺസുലേറ്റിലിട്ട് തട്ടിക്കളഞ്ഞത്. അപ്പം അതാണ് അവിടുത്തെ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കയിൽ വന്നപ്പോൾ അവർക്ക് കിട്ടിയ അവസരം ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷെ ട്രംപും ഏകദേശം സൗദി അറേബ്യയുടെ സ്വഭാവം കാണിച്ചു, ഇമാതിരി ചോദ്യങ്ങളോട് ചോദിക്കരുതെന്ന് പറഞ്ഞ് ഓടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് രസകരമായ കാര്യം. അപ്പൊ അതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, സൽമാൻ രാജാവിന് വലിയ മോഹം ഉണ്ടായിരുന്ന 2 കാര്യങ്ങൾ വാസ്തവം സാധിച്ചിട്ടില്ല. അതിലൊന്ന് പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അവിടെ ആരംഭിക്കണമെന്നും അവർക്ക് തന്നെ അത് ന്യൂക്ലിയർ ഫ്യൂവൽ എൻറിച്ച് ചെയ്യണമെന്നുമുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം സൽമാൻ രാജാവിനെ സംബന്ധിച്ച് സൗദി അറേബ്യയിൽ യുറേനിയം ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അപ്പൊ ആ ഡെപ്പോസിറ്റ്സ് ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അവിടെ എൻറിച്ച്മെന്റ് അവർ തന്നെത്താൻ നടത്തുകയും ചെയ്യുക എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട്. അമേരിക്ക എന്തായാലും അതിന് സമ്മതിച്ചിട്ടില്ല. പവർ സ്റ്റേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നെഗോസിയേഷൻ സ്റ്റേജിലാണ്. സ്വന്തമായ എൻറിച്ച്മെന്റ് ഒരു തരത്തിലും അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. കാരണം ഇറാന് സ്വന്തമായ എൻറിച്ച്മെന്റ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഏകദേശം അത് എങ്ങനെയായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ടാത്ത ഒരു കാര്യത്തിലേക്ക് ഇനി ഇത് പോവാതിരിക്കാൻ വേണ്ടിയായിരിക്കാം എന്തായാലും സ്വന്തമായ എൻറിച്ച്മെന്റ് എന്നുള്ളത് അമേരിക്ക അനുവദിക്കുന്ന കാര്യമല്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ അവസാനിച്ചിട്ടുള്ളത്. 2, ഒരു കംപ്ലീറ്റ് ഡിഫൻസ് പാക്ട് ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതായത് ജപ്പാനൊക്കെ കൊടുക്കുന്നത് 1960 അവസാനമായിട്ട് അമേരിക്ക അത്തരം ഒരു ഡിഫൻസ് പാക്ട് കൊടുത്തിട്ടുള്ളത് ജപ്പാനാണ്. ഇപ്പൊ ഖത്തറിനെ സംബന്ധിച്ചും വെറും പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതൊന്നും അമേരിക്കൻ കോൺഗ്രസിന്റെ അമേരിക്കൻ പാർലമെന്റിന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല. അപ്പം ട്രംപ് പ്രൊട്ടക്ട് ചെയ്യാമെന്നും പറഞ്ഞതുകൊണ്ടായില്ല. അത് കോൺഗ്രസിൽ വെച്ചിട്ട് അത് ഭൂരിപക്ഷത്തിന്റെ വോട്ടെടുപ്പിലൂടെയൊക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അമേരിക്കൻ പ്രൊട്ടക്ഷൻ ഒന്നും ചില്ലറ കാര്യമല്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ച് വലിയ റിസ്ക് ആണ്. ഇവിടെ ഇപ്പൊ ജപ്പാനെ സംബന്ധിച്ച് ജപ്പാനെ ആക്രമിച്ച് അമേരിക്ക പോയേ പറ്റൂ. ജപ്പാന്റെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ അമേരിക്കയുടെ നിയമപരമായ ഉത്തരവാദിത്തമാണ്. ജപ്പാനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അമേരിക്ക അവിടെ എത്തിക്കൊള്ളണം. കാരണം അവരുടെ പ്രൊട്ടക്ഷൻ അമേരിക്ക ഏറ്റെടുത്തിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പാക്ടാണ് വസ്തു സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത്. അതിലേക്കുള്ള കാര്യങ്ങളും ഒന്നും നീക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പൊ സൗദി അറേബ്യക്ക് ഖത്തറിന് ലഭിച്ചതുപോലെ തന്നെ ഒരു അഷ്വറൻസ് ആണ് ഇപ്പൊ സൗദി അറേബ്യക്ക് ലഭിച്ചിട്ടുള്ളത്. നാറ്റോയ്ക്ക് പുറത്തുള്ള ഞങ്ങളുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അലൈ എന്ന നിലയ്ക്കുള്ള ഒരു 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 ഉറപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. പ്രധാനമായിട്ടും ഇത് സൗദി അറേബ്യ ചൈനയുടെ ഭാഗത്തേക്ക് ചായാതിരിക്കാൻ വേണ്ടി, പിന്നെ പാകിസ്ഥാനെ പോലത്തെ തനി ഓന്തിന്റെ സ്വഭാവമുള്ള രാജ്യവുമായിട്ട് കൂടുതൽ അലിയൻസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഏത് നിറം കിട്ടിയാലും കളിക്കുന്ന ആളാണ് പാകിസ്ഥാൻ എന്ന് ട്രംപിനറിയാം. ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം പല വിടുവാകളും പാകിസ്ഥാനിന്റെ സ്വന്തം എന്നൊക്കെ പറയും. പക്ഷെ പാകിസ്ഥാൻ എന്താണെന്നൊക്കെ അവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനെ ഒന്നും ഒരു കാരണവശാലും വിശ്വസിക്കുന്ന പ്രശ്നമില്ല. പാകിസ്ഥാനുമായിട്ടുള്ള സൗദി അലയൻസ് ഒരിക്കലും മുൻപോട്ട് പോകാൻ അല്ലെങ്കിൽ ഇത് പ്രോഗ്രസ് ചെയ്യാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുമില്ല എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ള പാക്ടുകളെന്നും കൂടി മനസ്സിലാക്കണം.